സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് യൂറോ ട്രക്ക് സിമിലറിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളെ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുള്ള യൂറോ ട്രക്കിൻ്റെ. അതായത് നമ്മൾ ഒരു 2 മാസത്തോളം ആവാറായെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ എടുത്തിട്ട് യൂറോ ട്രക്കിന്. നമ്മുടെ പഴയ KSRTC എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് ഡ്രൈവ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് റിയലിസ്റ്റിക് ആയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ മോഡിനകത്ത്. അപ്പം വീഡിയോ ആണ് ലൈക്ക് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നമ്മുടെ കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ 226 സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയൊരു മാപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഒരു ഓഫ് റോഡൊക്കെ ഉള്ള മാപ്പാണ്. സോ ഈ മാപ്പ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. സോ വണ്ടിയൊക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിരിയട്ടെ ഓക്കെ. സോ ഞാൻ വണ്ടിക്കകത്ത് കുറച്ച് പണിഞ്ഞു. നമ്മൾ പഴയ വണ്ടികൾ ഓടിച്ച് കണ്ടവർക്ക് അറിയാം. പഴയ വീഡിയോസ് കാണാത്തവർ പോയി കാണുക ആദ്യം. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് നോക്കണം ആദ്യം. കറക്റ്റാ. അപ്പോൾ ഞാൻ വണ്ടിയുടെ ബ്രേക്കിങ്ങും സ്റ്റിയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഞാൻ പണിഞ്ഞിട്ടുണ്ട് വണ്ടിക്കകത്തിട്ട്. സോ നമുക്ക് വണ്ടി തിരിച്ചു പോവാം. നല്ല രീതിയിലുള്ള ബ്രേക്ക് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. വണ്ടിയുടെ സ്റ്റിയറിങ്ങും ഒക്കെ ഞാൻ മാറ്റി. നല്ല രീതിയിലുള്ള സ്പീഡും അത്യാവശ്യം വണ്ടിക്കുണ്ട്. സോ നമുക്ക് കൂടെ 238 കിലോമീറ്റർ ഉണ്ട്. സോ നമുക്ക് കൂടെ സമയമൊന്നും കളയാതെ നമ്മൾ നേരെ വിട്ടടിച്ച് പോവാണ്. അത് നമ്മുടെ പുതിയ മാപ്പ് എന്ന് വെച്ചാൽ പേര് ഞാൻ പറഞ്ഞു, വൃത്തിയുടെ പേരായിരുന്നു. അത് അത്യാവശ്യം ഓഫ് റോഡിങ്ങും പരിപാടികളൊക്കെ ഉള്ള മാപ്പ് ആയത് കാരണമാണ് ഞാൻ എടുത്തത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല പണിയാണ്. ഈ മാപ്പ് ഒന്ന് ഓടിച്ചാൽ എന്തൊരു ബ്രേക്കിംഗ്, ഇത് ഇത്ര ബ്രേക്കിംഗ് വേണ്ടായിരുന്നു. ഓക്കെ, കുറച്ചധികം ഓഫ് റോഡിങ് ഉള്ള മാപ്പാണ് ഈ നമുക്ക് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഇവിടെ നിന്നുള്ള ലെഫ്റ്റാണ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗെയിം മാത്രമല്ല കളിക്കാറുള്ളത്. നമ്മുടെ പല ഗെയിംസ് നമ്മൾ കളിക്കാറുണ്ട്. അതായത് നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാറുണ്ട്. അതുപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ടുഗദർ എന്നൊരു ഗെയിം കളിക്കാറുണ്ട്. മൈൻക്രാഫ്റ്റിന് നമ്മൾ ഷോർട്സ് ഇടാറുണ്ട്. അതൊക്കെ നിങ്ങൾ ആരും കാണാറില്ല. അതെന്താണെന്ന് എന്നോട് ചോദിക്കാതെ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഭയങ്കരമായിട്ട് കാണാറുണ്ട് ഈ വീഡിയോസൊക്കെ. ആരും കാണാറില്ല. പറഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റിനെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്ത് രസം അതിനകത്ത് കിട്ടുന്നത്? സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയെന്ന് വെച്ചാൽ നല്ല രസമൊന്നും പരിപാടിയൊന്നും അല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയെന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഇന്നലെ നോക്കിയപ്പോഴും 97% ആൾക്കാരങ്ങനെ കാണാണ്ട, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നത്. സോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ എല്ലാ മാസവും പുതിയൊരു ഗെയിം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ ട്രൈ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഓരോ പുതിയ ഗെയിം കാണിച്ചു തരാറുണ്ട്. നമ്മൾ ഓരോ മാസവും പുതിയ ഗെയിംസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം അതും കാണുക. നമ്മൾ അടുത്ത മാസം ഈ മാസം ഓൾറെഡി നമ്മൾ ചെയ്തു. ടെക്കാർ ഡെസേർട്ട് റാലി എന്ന് പറഞ്ഞ ഗെയിമായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സോ അപ്പം ഈ വരുന്ന ഗെയിംസ് കാണാത്തവർ കാണുക. നമുക്കിനി പോകേണ്ടത് നമ്മൾ നേരെ പോകണം. നല്ല ദൂരമുണ്ട്. 216 കിലോമീറ്റർ തിരിച്ച് പോകാനുള്ളതാണ്. നമുക്കിനിപ്പം വിട്ടടിച്ച് പോകാൻ 9 മണിക്കൂറുണ്ട് നമുക്ക് മുമ്പിൽ. ഓക്കെ, ഓഫ് റോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തൊരു വഴി ഇത്! അമ്മച്ചി, നല്ല രീതിയിൽ ബ്രേക്കൊക്കെ ടൈറ്റ് ആക്കി കാരണേ വണ്ടി കേറുന്നില്ല. പൊട്ടെ അയ്യോ, വണ്ടി കേറുമോ എന്തോ. കയറട്ടെ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നാലാണ് നമ്മളെ വണ്ടി ഏറ്റത്തിന് ഇടിച്ച് കയറുന്നുണ്ട്. 30 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. തിരിയട്ടെ. പോട്ടെ. കാല് കൊടുക്കുന്നുണ്ട്, വണ്ടി പോകുന്നില്ല. ഞാൻ പറഞ്ഞ കുറച്ച് പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് ഞാൻ നല്ലോണം ചെയ്തു. സ്റ്റിയറിങ് ഞാൻ നല്ലോണം പണി ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ ഗെയിമിനകത്തുള്ള പണി തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നല്ല രീതിയിലുള്ള മാറ്റം മനസ്സിലാകുന്നുണ്ട്. സോ നമ്മൾ ആഴ്ച ഒരിക്കൽ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. എനിക്കറിയത്തില്ല, എനിക്ക് കുറേ പ്രശ്നങ്ങളും പണികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം ഒന്നും താങ്ങുന്നില്ല.
നല്ല തലവേദനയൊക്കെ ഉണ്ട്. എപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പം പക്ഷെ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയാവോ? അയ്യോ അയ്യോ അത് എന്തിനത് അപ്പുറത്തിനൊക്കെ വണ്ടിയും വരുന്നു. എൻ്റെ ഒമ്മേ സോറി ഒന്നും പറ്റിയില്ല ചെറുതായിട്ട് കുട്ടികളുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഇതിനെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ എനിക്ക് ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരു ടൈം കിട്ടുന്നില്ല, ഒന്നും ചെയ്യാനുള്ള ടൈം ഒട്ടും കിട്ടുന്നില്ല. അതാണ് പ്രശ്നം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ ആകപ്പാടുള്ള പരാതി എന്ന് വെച്ചാൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ കാണുന്നതൊക്കെ. അതൊരു മ്ലേച്ഛമാരുടെ പരിപാടിയാണെന്നറിയാമോ? ഭയങ്കര വൃത്തികെട്ട സ്വഭാവം കേട്ടോ ഇത്. ഞാൻ ഇപ്പം എത്രാമത്തെ പ്രാവശ്യം ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞേ, ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നവരോടൊക്കെ ദൈവം ചോദിക്കുന്നു. അയ്യോ ഉറപ്പാണ്. ഓക്കെ, നമ്മളങ്ങനെ സക്സസ്ഫുൾ നമ്മൾ കുറച്ചധികം ദൂരം, നമുക്കൊരു 182 കിലോമീറ്റർ പോകാനുണ്ട് തിരിച്ച്. അതായത് കുറച്ചേ ഉള്ളൂ, അത് വളരെ കുറവാണ്. ഞാൻ ഇതുപോലത്തെ മാപ്പ് മോഡും വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയച്ചാൽ മതി. ചേട്ടാ ഇങ്ങനത്തെ അല്ലെങ്കിൽ ബ്രോ ഇങ്ങനത്തെ മാപ്പ് ഒന്ന് അയച്ചാൽ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഞാൻ മാപ്പിൻ്റെ മോഡും ബസ്സിൻ്റെ മോഡാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതുപോലെ വണ്ടി യൂസ് ചെയ്യുന്ന മോഡ്സ് ആണെങ്കിൽ അതും പറഞ്ഞാൽ മതി. അതൊക്കെ എൻ്റെ കിടപ്പുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ആവശ്യമുള്ളത് ജസ്റ്റ് പറയുക. സോ നമ്മളിപ്പോൾ നമുക്ക് 160 കിലോമീറ്റർ പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് റൈറ്റ് കാണുന്നുണ്ട്. ഞാൻ വിട്ടടിച്ച് പോവാണ്. റോഡൊന്നും ഇല്ല ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു കേരളത്തിലെ ഉൾനാടൻ പ്രദേശം പോലെ തന്നെയുണ്ട്. ഇവിടുന്നാണ് റൈറ്റ് വരുന്നത്. ബ്രേക്ക് ഇവിടെ കൂടുതൽ സമയം കാണാൻ നമ്മൾ കറക്റ്റ്. നമ്മളെ പ്രോ ഡ്രൈവറാന്ന് അറിയാമല്ല. നമ്മൾ KSRTC ഒക്കെ ഓടിക്കണമെങ്കിൽ ചെയ്ത് വേണേ. ഇത് ഇനി വരുന്നില്ല വണ്ടി. KSRTC ഒക്കെ ഓടിക്കണം. നമ്മൾ പ്രോ ഡ്രൈവർ ആവണം, എന്നാലേ സ്കില്ലുള്ളവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതിപ്പോഴും അറിയണം. പഠിച്ചിട്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്കിനി 184 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നേരെ വിട്ടടിച്ച് പോകണം. നമുക്ക് സമയം ഒട്ടും കളയില്ല. നമുക്ക് ചടീന്നും പറഞ്ഞു പോവാം. വഴുതാ അതിനിടയ്ക്കും കൂടെ ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെയൊക്കെ എന്തെങ്കിലും അലമ്പാണ് ഈ സ്ഥലത്ത്. അല്ലേ അയ്യോ ഷാർപ്പ്. എൻ്റെ കാണാൻ മേലെ എൻ്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾക്കൊന്ന് ഒതുക്കിയിട്ട് ചെയ്തൂടെ? ഓരോ വണ്ടികളൊന്നും വെറുതെ അല്ല ചേച്ചി. എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് ഒതുക്കിയിട്ടൊക്കെ ചെയ്യണ്ടേ? ഇത് BMW വന്നിട്ട് ഒരു വണ്ടീനെ വെറുതെ ഇടിച്ചു കളിച്ച മോശമല്ലേ ചേച്ചി? ഇനി ചേട്ടനോട് നാളെ ഉണ്ടോ ചേട്ടാ ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ഇടിച്ച് കയറ്റിയിടാൻ? ഓടിച്ച് പോകാറിയാൻ മേലത്തൊരു കൂടെ വണ്ടി ഓടിച്ചോളൂ. ചേച്ചി കേരളം എന്താണ് കേട്ടാ, കാരണം ഫുൾ ടൈം പണിയാണ് ഇവിടത്തേക്ക്. ഓക്കെ, നമുക്ക് പറന്നടിച്ച് പോകാം. വീണ്ടും നമ്മൾ നല്ല സ്പീഡിൽ തന്നെ നമ്മൾ വിടാൻ ശ്രമിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നു ചേച്ചി, ഹോൺ അടിച്ച ചേച്ചി കേട്ടില്ലേ? തീർന്നും വീഴുന്നില്ലല്ലോ ചേച്ചി. നിങ്ങളെപ്പോലുള്ളവരാട്ട ബാക്കിയുള്ള വട്ടം വയ്ക്കുന്ന ചേച്ചി എടുത്തോണ്ട് പോ. ഈറൊക്കെ ഓടിച്ച് പറിച്ചാണ് ചേച്ചി ഇരുന്നു. അമ്മച്ചി എന്തൊരു സുഖം. ഇങ്ങനെ കൊള്ളാം, നല്ല സ്മൂത്ത് റോഡൊക്കെയാണ് ചേച്ചിട്ടായിട്ട്. അയ്യോ ഇടിക്കൂല. ഇനി 26 കിലോമീറ്റർ കൂടെ പോകണ്ട. ഫസ്റ്റ് സ്റ്റോപ്പ് എത്തും.
കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തും. ഇവിടുന്ന് കത്തി ചെയ്തേ ഉണ്ട്. പിന്നെ ടീച്ചർ അവിടെ എന്തോ തീപിടുത്തമൊക്കെ ഉണ്ട് ടീച്ചർ. വണ്ടി എടുക്കാം, കുഴപ്പമില്ല. നമ്മള് പിന്നെ റോഡ് ഡ്രൈവർ ആകാൻ കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഒരു ഓൾട്ടോ ഒക്കെ ഇട്ട്. ഒയ്യോ, ഓൾട്ടോ അല്ല, വണ്ടി കയറിയപ്പോൾ ഓൾട്ടോ പോലെ ആയതാണല്ലേ. സോറി. ബാക്കിലൂടെ ക്രക്കായത് വണ്ടി. ഒരു തീപിടുത്തല്ലേ, ഞാൻ ഈ തീപിടുത്തം കാണാൻ വേണ്ടി അന്വേഷിച്ചു. ആ വണ്ടിയുടെ അടി തട്ടിയില്ല, വണ്ടിയുടെ അടി തട്ടിയില്ല എപ്പോഴും. ഇതെന്തൂടെ വണ്ടി ഇവിടെ കയറി ഇരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ കഴിച്ചു അവരുടെ. ഓക്കെ, സമായ 40% ഡാമേജ്. ആ വണ്ടിക്കൊന്നും പറ്റില്ല ഗൈസ്. അതിന് ഇവിടെ ഞാൻ ഈ തീപിടുത്തം കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പോവാം. അയ്യോ ഇരിക്കട്ടെ. വണ്ടിയുടെ ഗിയറൊന്നും മാറുന്നില്ല, കൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടവിടെ ഇട്ടിട്ട് വരാം. ഇനി നമുക്ക് 2 കിലോമീറ്റർ കൂടെ പോവാ, വണ്ടി കൊണ്ടവിടെ ഇടുക. അപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ ഓട്ടം നമ്മൾ നിർത്തും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് അല്ല, ഇന്ന് രാത്രി ഇറങ്ങണം ഗൈസ്. നമുക്ക് ഇന്ന് രാത്രി നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഹെലികോപ്റ്റർ കിട്ടിയിരിക്കുന്നത്. സോ ആ പെട്രോൾ പമ്പിലാണ് നമുക്ക് വണ്ടി ഇടേണ്ടത്. നമുക്ക് തൽക്കാലം ഗാരേജ് നമ്മൾ വച്ചിട്ടില്ല. പെട്രോൾ പമ്പിലേക്ക് വണ്ടി വയ്യ വരാം. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേക്കട്ടെ. പെട്രോൾ അടിച്ച് നമുക്ക് വണ്ടിയും കൊണ്ട് ഒതുക്കാം. പോയി കിടന്നുറങ്ങുക, വണ്ടി എടുത്തോണ്ട് പോകാനുള്ള നമ്മളെ പരിപാടി. അയ്യോ, പെട്രോൾ വണ്ടി ഗാരേജിൽ കിടന്നു. നോക്കാം. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഗാരേജിലേക്കുള്ള പരിപാടിയൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടിരിക്കും. അവിടെ ഒതുക്കാൻ സ്ഥലമുണ്ട്. സ്ഥലമില്ലേ? ഇല്ലേ, ഇവിടെ മാറുന്നില്ല. ഓക്കെ, നമ്മുടെ വണ്ടി അങ്ങനെ വണ്ടി നിന്നിട്ടും ഉണ്ട്. സോ ഗൈസ്, ഇതാണ് എൻ്റെ വീഡിയോ. ഞാൻ കുറച്ച് ഇതായിട്ട് സ്പീഡ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഐ മീൻ യൂറോട്രക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക, അതൊരു കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ പല ഗെയിംസ് കളിക്കാറുണ്ട്. സോ അതൊക്കെ കാണുക, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇപ്പോൾ ഗെയിം സൈൻ ഓൺ പീസ്. യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.